പി ജെ ബിനേഷ്, മന്ത്രി ആവർത്തിച്ചു പറയുന്നു സീറ്റുണ്ട്. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കെടുത്താൽ അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കാതെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 25,973 വിദ്യാർത്ഥികൾ പുറത്താണ്. ഇനി 10,000-ഓളം വരുന്ന അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിച്ചാൽ ബാക്കി അവശേഷിക്കുന്നത് 15,096 വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? പി ജെ ബിനേഷ്. യെസ്, നോക്കൂ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലയായിട്ടുള്ള ഹയർ സെക്കൻഡറി, അതിന്റെ പ്രാഥമിക ഘട്ടം +1 നിലവിൽ കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെ മതിയായ സീറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഇപ്പോ മലപ്പുറം ജില്ലയുടെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ വർഷം മലപ്പുറത്ത് SSLC പാസ്സായ ആകെ കുട്ടികളുടെ എണ്ണം, അതിൽ എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 12,525 ഇവിടെ മലപ്പുറത്തെ സയൻസ് കോമ്പിനേഷൻ സർക്കാർ സ്കൂളുകളിൽ മാത്രം 12,480 സീറ്റുകൾ, എയ്ഡഡ് സ്കൂളിൽ 11,530 സീറ്റുകൾ, അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ 4,636 സീറ്റുകൾ. ഇങ്ങനെ നോക്കിയാൽ 28,646 സീറ്റുകൾ സയൻസ് കോമ്പിനേഷനിൽ മാത്രം ഇന്ന് മലപ്പുറത്ത് ലഭ്യമാണ്. അല്ല, അതൊക്കെ ശരിയാണ്. ആ കണക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ. എത്ര പേര് ഇപ്പോൾ സീറ്റ് കിട്ടാതെ ബാക്കിയുണ്ടെന്ന് പി ജെ ബിനേഷിന് അറിയുമോ? മലപ്പുറത്ത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ അവസരം ഉറപ്പുവരുത്തുമെന്ന് പലവട്ടം കേരളത്തിലെ ഗവൺമെന്റ് ആവർത്തിച്ചുറപ്പിച്ചു. അതായിക്കോട്ടെ സാർ. അല്ല, അങ്ങേക്ക് ആ കണക്ക് അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം എത്ര പേർക്ക് സീറ്റ് കിട്ടിയില്ല എന്ന കണക്ക് ശ്രീ പി ജെ ബിനേഷിന് അറിയുമോ? തീർച്ചയായും കണക്കുണ്ട്. കണക്കിലേക്ക് നമുക്ക് വരാം. എത്ര പേരുണ്ട്? കണക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ, ആ കണക്കിലേക്ക് ഞാൻ വരാം. ഇപ്പോ ഒരല്പം മുമ്പ് വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ആ ഡാറ്റ ഒന്ന് എടുത്തു വരാൻ കുഴപ്പമില്ല, ചർച്ചയുടെ ഭാഗമായി. ശരി. അല്ലല്ല, ഞാൻ വളരെ വൈകിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അരുൺകുമാറാണ് ഏറ്റിരുന്നത്. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ എമർജൻസി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. താങ്കൾ അല്പസമയം മുമ്പാണ് താങ്കളെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടു തന്നത്. അത് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ കണക്ക് ഞങ്ങൾ പറയാം. ആ കണക്കിൽ എതിർപ്പുണ്ടെങ്കിൽ അങ്ങക്ക് വിയോജിക്കാം. ഇപ്പോൾ 10,000, ഞങ്ങളുടെ സ്ക്രീനിൽ ആ കണക്കുകൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. മലപ്പുറത്ത് മാത്രം നിലവിലുള്ള വിദ്യാർത്ഥികളുടെ കണക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ്. അത് ബിനേഷിൻ്റെ കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ 32,410. മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 44 സീറ്റുകൾ. മാനേജ്മെന്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി കോട്ടകൾ ഉൾപ്പെടെ ചേർത്താലും ബാക്കിയുള്ളത് 6,437 സീറ്റുകൾ. ഇതുൾപ്പെടെ പരിഗണിച്ചാലും 25,973 വിദ്യാർത്ഥികൾ പുറത്താണ്. ഇവർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശ്രയിച്ചാൽ പോലും അൺഎയ്ഡഡ് സീറ്റുകൾ 10,877 കണക്കാക്കിയാൽ പോലും 15,096 വിദ്യാർത്ഥികൾ പുറത്താണ്. ഇവരെന്ത് ചെയ്യണം? ഇതായിരുന്നു എന്റെ ചോദ്യം, ശ്രീ ബിനേഷ്. ഏറ്റവും ലളിതമായി, ഇപ്പോ ഫുൾ A+ നേടിയ മുഴുവൻ കുട്ടികളും ഏതെങ്കിലും ഒരു പ്രത്യേക കോമ്പിനേഷൻ എടുത്ത് പഠിക്കുന്ന ആളുകളല്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കണക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ കുട്ടികളുടെ എണ്ണവും സയൻസ് കോമ്പിനേഷന്റെ ഭാഗമായിട്ടുള്ള ആകെ സീറ്റുകളുടെ എണ്ണവുമാണ്. ഡാറ്റ ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം നിയമസഭയ്ക്കകത്ത് ചോദ്യോത്തരവേളയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ കൊടുത്തിട്ടുള്ള വിചിത്രമാണ്. മന്ത്രി പറഞ്ഞ കണക്കൊന്ന്, വെബ്സൈറ്റിൽ ഒന്ന് കണക്കൊന്ന്. അപ്പൊ ഞാൻ എന്റെ ചോദ്യത്തിൽ അങ്ങ് ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല. എന്റെ ലളിതമായ ചോദ്യമായിരുന്നു, ഈ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും 1,00,000 വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു, അവർ എന്ത് ചെയ്യണം? നോക്കൂ, ഹയർ സെക്കൻഡറി മേഖലയിൽ മലപ്പുറത്ത് 71,036 സീറ്റുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ 2,850 സീറ്റുകൾ, ITIകളിൽ 5,484 അത് പ്ലസ് ടു അല്ല, അത് +1നോ +2നോ ഈക്വലന്റ് അല്ല, അത് ഡിപ്ലോമ കോഴ്സ് അല്ലേ? നോക്കൂ, 80,250 സീറ്റുകൾ റെഗുലർ പഠനത്തിന് വേണ്ടി ഇന്ന് മലപ്പുറത്ത് ലഭ്യമാണ്. ശരി, താങ്കളുടെ വാദം എനിക്ക് മനസ്സിലായി.